ചിന്തിക്കാവുന്ന വിഷയം എടുക്കാൻ വിചാരിച്ചു. So that will be complete. So this morning I wish to continue where I let it off yesterday, last evening, so that we have something in its totality for our reflection and our serious consideration in life in the days to come. അതുകൊണ്ടാണ് ഈ 3 അധ്യായങ്ങൾ എടുത്തത്. 2 Chronicles chapters 14, 15, 16. ഈ 3 അധ്യായങ്ങളിലും കാണുന്നത് ഒരു പ്രധാന കഥാപാത്രത്തെയാണ്. ആരാത്? ആസ ഓർ ഏസ എന്ന് ഏത് ഭാഷ പറഞ്ഞാലും കുഴപ്പമില്ല. ഇംഗ്ലീഷിൽ നിങ്ങൾ ഏസ എന്ന് പറയുമായിരിക്കും, പക്ഷേ എബ്രായ ഭാഷയിൽ ആസ എന്നാണ് പറയേണ്ടത്. പക്ഷേ നിങ്ങളിവിടെ പറയേണ്ട പോലെ തന്നെ പറഞ്ഞു, എനിക്ക് യാതൊരു വിരോധവുമില്ല. സോ ഇവിടെ നാം കാണുന്നത് ആസ രാജാവിനെ കുറിച്ചാണ് കാണുന്നത്. ആസയുടെ ജീവിതത്തിന് വേണ്ടി 3 അധ്യായങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാ രാജാക്കന്മാർക്കും കൂടി അങ്ങനെ അധ്യായം മാറ്റിവെച്ചായിരുന്നെങ്കിൽ വേദപുസ്തകം കുറച്ചുകൂടി തടിച്ച പുസ്തകമായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ 3 അധ്യായങ്ങൾ ഒരു രാജാവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു? There is something serious that we need to learn from the life of King Asa. ഈ ആസ എന്ന് പറയുന്നത് ദാവീദിൻ്റെ ഒരു കൊച്ചു മകനാണ്. ദാവീദിൻ്റെ മകനായ, നമ്മൾ പറഞ്ഞുകൊണ്ടാണ്, ശലോമോൻ്റെ മകനായ, റഹോബാമിൻ്റെ മകനായ, അബിയാവിൻ്റെ മകനായ ആസ. ആസ comes in the family of King David, one of the great grandsons of King David. ഈ ആസയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് ഇന്നലെ കേട്ട വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായി പഠിക്കാനുള്ള വിഷയങ്ങൾ നമുക്ക് നോക്കാം. ഈ 3 അധ്യായങ്ങളും വേഗത്തിൽ നമ്മൾ ഇനിയും വീണ്ടും പല വാക്യങ്ങളും വായിക്കുന്നുണ്ട്. ഇവിടെ നാം കാണുന്നു, അബിയാവ് മരിച്ചപ്പോൾ ആസ അവന് പകരം രാജാവായി. When King Abijah died, Asa or Asa became the king of Judah, or king of Israel. Verse 2, sort of a summary. That is what we try to memorize this morning. Asa did what was good and right in the eyes of the Lord his God. And ദൈവമായ യഹോവയുടെ മുമ്പാകെ ആസ പ്രസാദമായുള്ളത്, ശരിയായ കാര്യം ചെയ്തത്, ഹിതമായിട്ടുള്ളത് ചെയ്തു എന്ന ഒരു സംക്ഷിപ്തമായ വിവരണമാണ് അവിടെ കാണുന്നത്. എന്നിട്ട് അതിൻ്റെ വിശദീകരണമാണ് പിന്നാലെ വരുന്ന വാക്യങ്ങൾ കാണുന്നത്. From verse 3 onwards, we see the development of that theme. That theme is expounded with greater details in the following verses. So what we can see from about King Asa is that he started well with God. He started his reign, his rule well with God. As a young man, he started off, and he started very well. ദൈവത്തിന് ഹിതകരമായ രീതിയിൽ നല്ല കാര്യങ്ങളെ അവൻ ചെയ്തതായി നാം കാണുന്നു. Verse 3, he removed the foreign altars and the high places, smashed the sacred stones and cut down the Asherah poles. He commanded Judah to seek the Lord, the God of their fathers, and to obey his laws and commands. Verse 5, he removed the high places, so on and so forth. നമ്മളിത് വായിക്കുമ്പോഴൊക്കെ, whenever we read the scripture, always look for the verb. Verb is very important. ക്രിയാപദങ്ങളെ കുറിച്ച് പഠിക്കുന്നത് നല്ലതാണ്. What did Asa do? Look at the verbs which are mentioned there. Verse 3, we come across a number of words. Removed, next one, smashed, cut down. 3 verbs are used there. Removed, smashed and cut down. എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൽ ഞാനല്ലാതെ വേറെ ദൈവം ഉണ്ടായിരിക്കരുതെന്നുള്ള കൽപ്പന ലഭിച്ച ആ ദൈവജനം, സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ യാതൊരു വിഗ്രഹത്തെയും യാതൊന്നിൻ്റെയും രൂപം ഉണ്ടാക്കി വെക്കരുത് എന്ന് കേട്ടതായ ആ ജനം എന്ത് ചെയ്തെന്നറിയാമോ? ദേശത്തെ വിഗ്രഹങ്ങളെ കൊണ്ട് നിറച്ചു. ഈ ആസ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാജാവായപ്പോൾ അവൻ ദൈവത്തോട് നന്നായി ആരംഭിച്ചു. He started well with the God by doing 3 things according to verse 3. He removed, smashed and cut down. ഈ അന്യ വിഗ്രഹങ്ങളെയും അവരുടെ ധൂപസ്തംഭങ്ങളെയും ആസ രാജാവ് നീക്കം ചെയ്തു. ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി അങ്ങേപ്പുറത്ത് കൊണ്ടുപോയി അകത്തെ മുറിയിൽ
അടച്ചു വെക്കുകയല്ല ചെയ്തത്. പിന്നെ വി ക്യാൻ റിമൂവ് ഫ്രം എ പർട്ടിക്കുലർ പ്ലേസ് ആൻഡ് കീപ് ഇറ്റ് സേഫ് എൽസ്വെയർ. അങ്ങനെയല്ല ആസ ചെയ്തത്. ഹി റിമൂവ്ഡ് ഫ്രം ദി പ്രോമിനൻറ്റ് പ്ലേസസ് all these idols and images, and then what did he do? He smashed them. പൊടിയാക്കി കളഞ്ഞു. അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്തു. വലിയ പോൾസ് ഉണ്ട്, അഷേര പോൾസ്. ഷൈനി വായിച്ചപ്പോൾ അത് ശ്രദ്ധിച്ച് കാണുമല്ലോ. ഫെർട്ടിലിറ്റി കൾട്ടിൻ്റെ സിമ്പലായ അഷേര പോള്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അന്നത്തെ ഫെർട്ടിലിറ്റി കൾട്ടും ഇന്നത്തെ എന്തറിയാം, പ്രോസ്പെറിറ്റി ഗോസ്പൽ. പ്രോസ്പെറിറ്റിയുടെ സിമ്പലായ അഷേര പോളിനെ കട്ട് ഡൗൺ ചെയ്തു, കഷ്ണമായി നുറുക്കി അവയൊക്കെ പൊടിച്ച് ഇല്ലായ്മ ചെയ്തു. പിന്നെ നാം 4-ാമത്തെ വാക്യത്തിൽ കണ്ടു, 5-ാമത്തെ വാക്യത്തിൽ കണ്ടു, ഹി റിമൂവ് ദ ഹൈ പ്ലേസസ്. അവിടെ ആ ക്രിയപദമുണ്ട് റിമൂവ്. അങ്ങനെ അവിടെ കാണുന്നത് സത്യേക ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് വിരുദ്ധമായിട്ടുള്ളതായ സകല പ്രവണതകളെയും ആസ രാജാവ് നിർമാർജനം ചെയ്തു. In one word we can say, he brought about a great purification in the land. ദേശത്ത് ഒരു ശുദ്ധീകരണം അവൻ വരുത്തി. He wanted to cleanse the land, clean up the land of God's people. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ സമൂഹത്തെ, ആ സമൂഹത്തിലുള്ള അനീതിയെ അല്ലെങ്കിൽ അഴിമതിയെ, അന്യദൈവ ആരാധനയെ ഈ ദാവീദ് മാറ്റിമറിക്കുന്നതായ ഒരു അന്തരീക്ഷം കാണുന്നു. He brought about a great purification in the land. അതേസമയത്ത് 4-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, he commanded Judah. He gave a command order as a king. He gave them a command. What was it? To seek the Lord. To seek the Lord. I want you to understand one thing. In our good religious spirit, we can say, okay, I remove this, I remove this, I remove this. Removal is good, purification is good, but that should be coupled by, that should be followed by what? A conscious seeking of the Lord. എന്തിനെങ്കിലും മാറ്റിയെങ്കിൽ ആ സ്ഥാനത്ത് നാം എന്തിനെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളത് വിഷയമാണ്. What do we replace those things with? അതുകൊണ്ടാണ് ആസ പറയുന്നത്, time has come for us to return to our Lord. നമ്മുടെ ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം എന്ന് പറഞ്ഞ് ജനത്തെ തിരിക്കുന്നൊരു കാഴ്ച 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം വന്നിട്ട്, the Lord is with you when you are with him. If you seek him, he will be found by you. But if you forsake him, he will forsake you. Verse 3. For a long time, for a long time, Israel was without the true God. Can you imagine that? വളരെ കാലത്തേക്ക് ഇസ്രായേലിൽ സത്യദൈവത്തെക്കുറിച്ചുള്ളതായ ബോധ്യം ഇല്ലായിരുന്നെന്ന്. Who are these people? God's own people. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇവാഞ്ചലിക്കൽക്കാർ, ചുമ്മാ വെറും ക്രിസ്ത്യാനികളാണ്. The fundamental evangelicals, the Bible belt. അത് മനസ്സിലാകുമല്ലേ? People in the Bible belt, the evangelicals, അവരെ കുറിച്ചാണ് പറയുന്നത്. For a long time Israel was without the true God. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൽ യഹോവയെ കുറിച്ചുള്ളതായ ആ അറിവും ബോധ്യവും ഇല്ലാതിരുന്നൊരു കാലം, ദൈവത്തിന് സ്ഥാനമില്ലാതിരുന്നൊരു കാലം. God has been removed from their lives. മാത്രമാണോ, without a priest to teach. പുരോഹിതന്മാർ എന്തിനാണെന്നറിയാമോ? ജനത്തിന് മാർഗദർശനം കൊടുക്കാനായിട്ട്, അവരെ പഠിപ്പിക്കാനായിട്ട്. ഇസ്രായേലിൽ പുരോഹിതന്മാരില്ലായിരുന്നോ? ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ സത്യത്തിലേക്ക് ശരിയായ ആരാധനയിൽക്കാരെ നയിക്കുന്ന, പഠിപ്പിക്കുന്ന പുരോഹിതന്മാർ ഇല്ലാത്ത കാലഘട്ടം. കാശ് വാങ്ങി ജനത്തിന് ഇഷ്ടമുള്ള സന്ദേശം കൊടുക്കുന്ന, പ്രോസ്പെറിറ്റി ഗോസ്പൽ റീച്ച് ചെയ്യുന്ന പുരോഹിതന്മാരായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ മാത്രമോ, they were without the law. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ വേദപുസ്തകം ഇല്ലാത്ത സഭ, ശരിയായ ദൈവവചനം പഠിപ്പിക്കാൻ മനസ്സില്ലാത്ത, കഴിവില്ലാത്ത പട്ടക്കാരും ബിഷപ്പുമാരുമുള്ളൊരു സഭ, ദൈവബോധമില്ലാത്ത ഒരു സഭ. ഇസ്രായേൽ അങ്ങനെ ആയിരുന്നു വളരെ കാലത്തേക്ക്.
അവിടെയാണ് ആസാവ് എന്ന് പറയുന്നത്, ലെറ്റ് us seek our God. നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, അന്വേഷിക്കാം, ദൈവത്തെങ്കിലേക്ക് തിരിയാം എന്നുള്ളതായ ഒരു വലിയ ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ ആഹ്വാനം കൊടുത്ത് ആ ജനത്തെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്ന കാഴ്ച. Did he start well? He started so well. As a young man, he started his life so well and his rule. He brought about a great purification in the land of Israel and challenged the hearts of the people to return to the Lord. ദൈവത്തെ ആരെങ്കിലും അന്വേഷിച്ച് അനുസരിച്ചാൽ ദൈവം അനുഗ്രഹിക്കും, യാതൊരു സംശയവുമില്ല. ഇവിടെ ഇതാ ദൈവം അനുഗ്രഹിച്ചതായിട്ട് കാണുന്നു. എന്നാണ് നാം കാണുന്നത് 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. ദ കിങ്ഡം വാസ് അറ്റ് പീസ് അണ്ടർ ഹിം. ദേശത്ത് സമാധാനമുണ്ടായി. നോ വൺ 6-ാം വാക്യം. രണ്ടാം ഭാഗം. നോ വൺ വാസ് അറ്റ് വാർ വിത്ത് ഹിം ഡ്യൂറിംഗ് ദോസ് ഇയേഴ്സ് ഫോർ ദ ലോർഡ് ഗേവ് ഹിം റെസ്റ്റ്. 2 വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. There was peace under him and there was rest also. Peace and rest. സമാധാനവും സ്വസ്ഥതയും ദേശത്ത് ഉണ്ടായി. എപ്പോഴാണ്? ഇവിടെ യുവാവായിട്ടൊരു രാജാവ് രാജ്യഭാരം ഏറ്റെടുത്തപ്പോൾ ഒരു ശുദ്ധീകരണം വരുത്തിക്കൊണ്ട് ജനത്തെ ദൈവത്തിലേക്ക് തിരിച്ചപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. ദേശത്ത് സ്വസ്ഥതയുണ്ടായി, സമാധാനമുണ്ടായി. രണ്ടും വേണം. സ്വസ്ഥതയും സമാധാനവും നമുക്കുണ്ടാകുന്നത് peace and restfulness are not dependent upon our military strength. ആണോ? ആണെങ്കിൽ ഏറ്റവും പീസ്ഫുൾ കൺട്രി ഏതായിരിക്കും? യുവർ കൺട്രി അമേരിക്ക. You have the deadliest weapons in great quantity in your store. You can burn the whole world and reduce the world into ashes hundreds and thousands of times. But then ഇന്നലെ പറഞ്ഞല്ലോ, എല്ലായിടത്തും അലേർട്ടാണ്. ഒരു വൻവലപ്പാണ് വരുന്നതെങ്കിൽ പൊട്ടിക്കാൻ പേടിയാണ്. And there will be rest and there will be peace. God bless that nation. Wonderful life. Here's a young man starting off very well. And the nation got blessed under him. പക്ഷെങ്കിൽ പിന്നെ ആർമിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. He was a very good strategician and that we must be like that. I'm not saying that we don't need army. We surely need army. We need ammunition. We need all kinds of things. അതൊക്കെ വേണം. ആസ ചെയ്തു, ഒരു കുഴപ്പവുമില്ല. ദൈവം അതിനുള്ള സാവകാശം കൊടുക്കുകയും ചെയ്തു. പക്ഷെങ്കിൽ 9-ാമത്തെ വാക്യം വരുമ്പോൾ കാണാം ഒരു പ്രശ്നം. സേറ ദ കൂഷൈറ്റ്. ഷൈനി വായിച്ചവൻ ശ്രദ്ധിച്ചു. സുഡാനീസ് എന്ന് പറഞ്ഞല്ലേ, ഇപ്പോഴത്തെ സുഡാനീസിന് കൂട്ടാം. ഫ്രം സുഡാൻ. പിന്നെ താഴെ പറയുന്നുണ്ട് ലിബിയൻസ് എന്ന് പറയാം. 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് കൂഷൈറ്റ്സ് ആൻഡ് ലിബിയൻസ്. അപ്പോൾ ഇന്നത്തെ സുഡാനെ നമുക്ക് അറിയാമല്ലോ, ഒരു കപ്പൽ പോലും അതിലെ പോകാൻ ഒക്കത്തില്ല. ഈ സുഡാൻകാരും സൊമാലിയക്കാരും ഉള്ളതിൻ്റെ പ്രശ്നമായിട്ട് ഇവിടെ ഇതാ വലിയൊരു ശത്രു സൈന്യം വരുന്നു. Is it possible? When somebody really seeks the Lord, should he or she be immune against all kinds of trouble? വേണ്ടായോ? ദൈവത്തെ അന്വേഷിക്കുമ്പോൾ shouldn't our life be a trouble-free life? We all think that when we really love the Lord, when we really honor the Lord, there shall not be any trouble in our life. There are many good Christians who think so. If that is the real understanding, then spirituality is nothing but an insurance policy. What happens here? A huge army is now marching against Israel. There is a national crisis now. ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, പ്രത്യേകിച്ച് young people whom I respect so much, take it from the word of God. When you love the Lord, don't imagine that your life is going to be trouble-free. As long as we are in this world, we will have to face
challenges and troubles and problems. Here, King Asa had to face such a great threatening crisis in his life. A huge army marching against him. And with all his brave fighting men, he knew that he was not a match for this enemy army. What did he do? What did King Asa do? Verse 11. Then Asa called the Lord his God and said, where did he go? When he encountered a crisis in life, what did he do? He sought the Lord again. He went back to the Lord. And what did he say? Lord, there is no one like you to help the powerless against the mighty. To help the powerless against the mighty. Who is the powerless here? Asa says, Lord, we are powerless in comparison to this enemy army. We are nobody. We are a small parish. We are a tiny, small parish. We can't face it. We can handle it. We are powerless. Shakti illathavara. Belavana Shakti illathavara varumbol nee alla sahayippan mattarumilla. There is no one who will take sides with the powerless other than you, Lord. Here was an open confession. Lord, we need you. And that is the next sentence. Help us, O Lord our God, for we rely on you, and in your name he became angry. Instead of humbling himself, he became too oppressive to his people. Hardened his heart against God and hardened his heart against the people. Danger that is there. അത് വരാതിരിക്കണമെങ്കിൽ അനുതാപം വേണം. We must acknowledge that we failed. We made a mistake. Let us confess it. Seek the Lord to restore us. He will do. And that is what we call returning to the Lord. അനുതാപം അല്ലെങ്കിൽ മടങ്ങി വരിക എന്ന് പറയുന്നത് അതാണ്. വിനയത്തോട് താഴ്മയോട് മടങ്ങി വരുമെങ്കിൽ നമ്മുടെ ഓട്ടം തുറന്നോടുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കും. യാതൊരു സംശയവുമില്ല. So let me conclude my message here this morning. Life is a race. Let us begin it well. Let us continue to run it well. Let's be alert all the time. Let's hold a steadfast heart within ourselves so that we will not miss the step. In case we miss the step, we should humble ourselves and return to the Lord with confession, with words of confession, and asking God to restore us. He is faithful to do that. അങ്ങനെയെങ്കിൽ we can finish our race. നിങ്ങൾക്ക് ഇതിന് ആസായിക്ക് വിരുദ്ധമായ ഒരു ഉദാഹരണം കാണുമെങ്കിൽ വീട്ടിൽ പോയി മനശ്ശ രാജാവിൻ്റെ ചരിത്രം വായിച്ചാൽ മതി. ഹിസ്കിയ രാജാവിൻ്റെ മകനായ മനശ്ശ. He started off awfully. He kept running disastrously. But then there was a humbling moment in his life. 55 long years of reigning. But the closing years, the last leg, he ran well, finished well. There is opportunity for all of us to finish well. When I did my studies and teaching at CIU, Columbia, in 1995-96, one phrase I often heard there is this: finishing well. I went back to India, heard so much about it from Chandapalli Chintu. So this has now gripped me a lot. I want to finish. Thank God for the good start. Thank God for the good running now. But we must be steadfast to the Lord in our commitment so that we will be able to finish it. Let all of us finish the race of our life well for His glory. നന്നായി ഓടിത്തീർക്കുവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. ആസ രാജാവ് നമുക്ക് എപ്പോഴും ഒരു വാണിംഗ് ആയിട്ട്
റെഡ് ബ്ലിങ്കിങ് ലൈറ്റായിട്ട് നിൽക്കണം. ഓരോ പ്രാവശ്യവും അത് ബ്ലിങ്ക് ചെയ്യുമ്പോൾ ഏസ എന്നുള്ള വാക്ക് കണ്ടോണം, പേര് കണ്ടോണം. ഏസ should be a constant reminder to all of us when we are in university, when we go to university, in our workplace, in our homes, in our society, that red light should be blinking all the time. There is a possibility, but that is on the side. But straight in front of us, there is a green light saying, get along, go on, keep running. By the time, from the corner of the eye, we should be watching that red light also. Be watchful. I want to finish it today. Let us finish our race. നമുക്ക് പ്രാർത്ഥിക്കാം.